ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പഴയകാല 4 മണി പലഹാരമായ അരി വറുത്ത് പൊടിച്ചത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 1 കപ്പ് മട്ടയരി എടുത്തിട്ടുണ്ട്. 200 ഗ്രാം അരിയുണ്ട്. ഇത് നല്ലതായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ പോകാൻ വേണ്ടി അരിപ്പയിൽ കുറച്ച് നേരം ഇട്ട് വെക്കണം. ഇതിപ്പോൾ ഞാൻ അങ്ങനെ കഴുകി അരിപ്പയിൽ ഇട്ട് വെച്ച അരി ഇത്. ഇതിൻ്റെ വെള്ളമൊക്കെ പോയി നല്ലതായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഇങ്ങനെ ഒന്ന് ചെയ്ത് വെക്കണം. കുതിർപ്പൊന്നും വേണ്ട, നല്ലതായിട്ട് കഴുകി ഇങ്ങനെ അരിപ്പയിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ മട്ടയരി ഉണ്ടെങ്കിൽ മട്ടയരി എടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ വെള്ളയരി ഉണ്ടല്ലോ, ചോറ് വെക്കുന്ന വെള്ളച്ചാക്കരി, അതെടുത്താലും മതി, കുഴപ്പമില്ല. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ പാനിപ്പം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാൻ. കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകും, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കേരളത്തിൻ്റെ ഓരോ സ്ഥലത്തും ഇതിന് പല പേരുകൾ അറിയപ്പെടുന്നുണ്ട്. ഞങ്ങൾ അരി വറുത്ത് പൊടിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്തുവാ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഈ അരി നല്ലതായിട്ട് കഴുകണം. നമ്മൾ ചോറ് വെക്കാൻ നേരത്തൊക്കെ കഴുകത്തില്ലേ, ആ വെള്ളം ക്ലിയർ ആകുന്നുണ്ട് വരെ, അതുവരെ കഴുകിയിട്ട് വേണം എടുക്കാൻ. ഇപ്പം ഇത് നല്ലതായിട്ട് പൊട്ടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ ഇളക്കണം, കളറൊക്കെ മാറണം, അതുവരെ ഇളക്കണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പുറണ്ണ ഒന്ന് എടുത്ത് കഴിച്ച് നോക്കണം, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് കരിഞ്ഞു പോവുകയോ ചെയ്യരുത്. ഈ ഒരു കളറൊക്കെ ആക്കിയെടുത്താൽ മതി. ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി ചെയ്തൊന്ന് ആറാൻ വേണ്ടി മാറ്റി വെക്കണം. ആറി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതായിട്ട് ആറിയിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് വീതം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. 2 പ്രാവശ്യമായിട്ടൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് പൊടിക്കുമ്പോൾ ഫൈനായിട്ടങ്ങ് പൊടിക്കരുത്, അതുപോലെ ഒരുപാട് തരി ഇരിക്കുകയും ചെയ്യരുത്. അവലോസ് പൊടിയുടെയൊക്കെ ഒരു പരുവുണ്ടല്ലോ, ആ ഒരു രീതിയിൽ പൊടിച്ചെടുക്കണം, ചെറിയൊരു തരിയായിട്ട്. ഇതിപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്, ചെറിയൊരു തരിയായിട്ട് ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര ഇട്ട് കൊടുക്കാം, പൊടിച്ച ശർക്കര ഇത്. അപ്പോൾ ഞാൻ ആദ്യമേ കുറച്ചിട്ട് കൊടുക്കുക, പിന്നെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ശർക്കരയ്ക്ക് പകരം ഇത് പഞ്ചസാര ചേർത്തും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ ശർക്കരയോ പഞ്ചസാരയോ ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, പഞ്ചസാര ചേർത്ത് പൊടിച്ചത് ഇത്. അപ്പോൾ ഏലക്കയുടെ ഫ്ലേവർ വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട, കുഴപ്പമില്ല. ഇനി ഇത് കൈ കൊണ്ട് തന്നെ നല്ലതായിട്ട് തിരുമ്മിയെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കണ്ട, ആ തേങ്ങയുടെയും ശർക്കരയുടെയും ഒക്കെ നനവ് കൊണ്ട് ഇത് സോഫ്റ്റായിട്ട് കിട്ടിക്കോളും. തേങ്ങ ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്, ഒരു 6 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. അരിയെടുത്ത് അതേ കപ്പിൽ പകുതി അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് ഇത് യോജിപ്പിച്ചെടുക്കണം. അതുപോലെ ശർക്കര എടുക്കുമ്പോൾ ഒരുപാട് ഡാർക്ക് കളറിൽ എടുക്കരുത്, ലൈറ്റ് കളറുള്ളത് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1/2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്, ഇത് പൊടിച്ച ശർക്കര. അപ്പോൾ നിങ്ങൾ മധുരം നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് ചായയുടെയും കാപ്പിയുടെയും കൂട്ടത്തിലോ അല്ലെങ്കിൽ വെറുതെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആയത്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് വന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.